ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ട ഏവരുമേ, മനുഷ്യജാതിയുടെ പരിത്രാണനത്തിനായി മണ്ണിലേക്ക് അവതരിച്ച ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ തിരുജനനത്തിൻ്റെ പെരുന്നാളിനായി ഒരുക്കത്തോടെ ആയിരിക്കുന്ന ഏവർക്കും ക്രിസ്മസ് ആശംസകൾ വിനയത്തോടെ നേരട്ടെ. ജെറുസലേമിൽ നിന്ന് 6 മൈൽ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ബെത്ലഹേം. ദാവീദിന്റെ പട്ടണം, അപ്പത്തിന്റെ ഭവനം എന്നുള്ള വിശേഷണങ്ങൾ ബെത്ലഹേമിനെ കുറിച്ച് ഉണ്ട്. ബെത്ലഹേം അതിൻ്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം എന്നുള്ളതാണ്. അനുഗ്രഹീതരെ, പ്രിയപ്പെട്ടവരെ, ബെത്ലഹേം അത് ജനന തിരുനാളിൻ്റെ പ്രാർത്ഥനകളിലും ആഘോഷവേളകളിലുമെല്ലാം നമ്മുടെ നാവിൽ നിന്ന് ഉതിർന്നു വരുന്ന പദമാണ്, പേരാണ് ബെത്ലഹേം. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ബെത്ലഹേമിന് 2 പ്രത്യേകതകൾ നടന്നതായി നമുക്ക് ബോധ്യമാകും. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 19-20 വാക്യങ്ങളിലും, ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം 7-ാം വാക്യത്തിലും നമുക്ക് പരിചയപ്പെടാൻ കഴിയുന്ന ഒരു സംഭവത്തെ പ്രതിപാദിച്ചിട്ടുണ്ട്. യാക്കോബിന്റെ ഭാര്യയായിരിക്കുന്ന റാഹേൽ മരിച്ച് ബെത്ലഹേം ഓഫ്രത്തായിലേക്ക് പോകുന്ന വഴിക്ക് അടക്കം ചെയ്തതായി നാം വായിക്കുന്നു. റാഹേൽ മരിച്ച് അടക്കം ചെയ്തിടം ബെത്ലഹേം ആസ് എ പ്ലേസ് ഓഫ് ഡെത്ത്. രണ്ടാമത് ബെത്ലഹേം എന്ന് പറയുന്നത് ബെത്ലഹേം ആസ് എ പ്ലേസ് ഓഫ് ബർത്ത്. ലോകരക്ഷകന് ജന്മം കൊടുത്ത പുണ്യഭൂമി, അതാണ് ബെത്ലഹേം. ഈ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ക്രിസ്മസ് ആഘോഷ വേളയിൽ നമ്മുടെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കേണ്ടത് എന്താണ്? ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന ക്രിസ്തുവാണ്. ഞാനോ കുറയണം, അവനോ വളരണം. ബെത്ലഹേം അനുസ്മരിപ്പിക്കുന്നത് ഒരു മരണത്തിന്റെ അനുഭവം, സ്വയത്തെ മരിപ്പിച്ച് സ്വയത്തെ ശൂന്യമാക്കി ആ ഒരു അനുഭവത്തിൽ ആവുക എന്നുള്ളതാണ്. ബെത്ലഹേം ഒരു ജനനത്തിന്റെ സ്ഥലമാണെന്ന് നാം വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ, ഒരു ബെത്ലഹേമാകുവാനുള്ള, ഒരു ബെത്ലഹേം ആയിത്തീരുവാനുള്ള വാഞ്ചയും തൃഷ്ണയും നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ. അങ്ങനെയാണ് ബെത്ലഹേമിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. സ്വയത്തെ മരിപ്പിക്കുന്ന ഒരനുഭവം, ക്രിസ്തുവിനെ ജനിപ്പിക്കുന്ന, ദൈവത്തിന് വാഹനമായി മാറുന്ന, ദൈവത്തെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ഒരനുഭവമാകുവാൻ ഇടയാകട്ടെ. ശബരിമലയുടെ ശ്രീകോവിലിന്റെ മുകളിൽ എഴുതി വച്ചിട്ടുള്ള ഒരു മഹത്വചനം, തത്വമസി. നിന്നിലാണ് ഈശ്വരൻ, ഈശ്വരന്റെ തേജസ് നിന്നിലാണ് നിലകൊള്ളേണ്ടത്. ഭാരതത്തിലെ ഋഷിവര്യന്മാര് നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രാർത്ഥിച്ചു, തമസ്സോമ ജ്യോതിർഗമയ, അസതോമ സദ്ഗമയ, മൃത്യോമ അമൃതംഗമയ. അന്ധതയിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണേ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണേ, മരണത്തിലെ നിന്ന് ജീവനിലേക്ക് നയിക്കണേ. നമുക്ക് ഒരു പുതിയ മനുഷ്യനാകുവാൻ,
പുതിയ ചിന്തയും പുതിയ വാക്കും പുതിയ പ്രവർത്തനവുമുള്ള ഒരു പുതിയ മനുഷ്യനെ ധരിക്കുവാൻ, പുതിയ പന്ഥാവിലൂടെ പ്രയാണം ചെയ്യുവാൻ, ദൈവ ചൈതന്യം ഉൾക്കൊള്ളുവാൻ, ദൈവ തേജസ് ജീവിതത്തിൽ സ്വീകരിച്ച് ദൈവാനുഭവത്തിലൂടെ ഒരു ബേത്ലഹേമിന്റെ ഒരനുഭവം നമുക്കുണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലൂടെ ക്രിസ്മസിന്റെ ആശംസകൾ നേരുമ്പോൾ ഇവിടെ ഞാൻ ചുരുക്കട്ടെ. ഒരു മാന്യനാകുന്നതിനേക്കാൾ ഒരു മനുഷ്യനാകുവാൻ നമുക്ക് കഴിയണം. തെറ്റും ശരിയും നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന ദൈവത്തെ അനുഭവമാക്കി പൗലോസ് ആഗ്രഹിക്കുന്നത് പോലെ ഫിലിപ്പി ലേഖനം 3:10 അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളോടുള്ള കൂട്ടായ്മയെയും എനിക്ക് അനുഭവിച്ചറിയണം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. ദാവീദിന്റെ അധമ്യമായ ആഗ്രഹം മാൻനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേർന്ന് നിൽക്കുവാൻ കാക്ഷിക്കുന്നു എന്ന് തിരുവചനം അനുസ്മരിപ്പിക്കുന്നത് ഓർത്തുകൊണ്ട് സ്വയത്തെ മരിപ്പിച്ച് ബേത്ലഹേമിന്റെ ഒന്നാമത്തെ പ്രത്യേകതയാകുന്ന ബേത്ലഹേം ആസ് എ പ്ലേസ് ഓഫ് ഡെത്ത്, ഈ അനുഭവം ബേത്ലഹേം ആസ് എ പ്ലേസ് ഓഫ് ബർത്ത്, ഒരു ജനനത്തിന്റെ സ്ഥലമായി പരിചയപ്പെടുന്നുവെങ്കിൽ സ്വയത്തെ ക്രൂശിച്ച് രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ച് ദൈവത്തെ ഉള്ളിൽ ഉൾക്കൊണ്ട് പുതിയ മനുഷ്യനാകാൻ തീരുമാനിക്കാം. ഒരു മാന്യനാകുന്നതിനേക്കാൾ മനുഷ്യനാകുവാൻ ആഗ്രഹിക്കാം. ഇതാകട്ടെ 2024 ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കേണ്ട ആഗ്രഹം. ഏവർക്കും ഒരിക്കലൂടെ ക്രിസ്മസ് ആശംസകൾ വിനയത്തോടെ നേരുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.